തൃശ്ശൂരിന് കിഴക്ക് മാരോട്ടിച്ചാൽ എന്ന പേരിൽ ഒരു മലയോര ഗ്രാമമുണ്ട്. ഒരുപക്ഷെ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകില്ല. ഇന്ത്യയിലെ ചെസ് ഗ്രാമം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ മനസ്സിലാകും. ചെസ്സാണ് ഈ ഗ്രാമത്തിൻ്റെ പ്രശസ്തി ലോകത്തേക്ക് ഉയർത്തിയത്. ഇപ്പോൾ ഇവർക്ക് ഒരു പുതിയ വിശേഷമുണ്ട്. അത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എത്തിയത്. എല്ലാ വീടുകളിലും ഈ ചെസ് കളിയുണ്ടോ, അല്ലെങ്കിൽ ചെസ് അറിയാവുന്ന ഒരാളെങ്കിലും വീട്ടിലുണ്ടാവും? എല്ലാ വീട്ടിലും ആരെങ്കിലും ഒരാൾ കളിക്കാത്ത അറിയാത്ത ആരുമില്ല. അവിടെ എല്ലാ വീട്ടിലുണ്ടാവും ആരെങ്കിലും ഒരാൾ കളിക്കാത്ത ആൾക്കാർ. സാധാരണഗതിയിലെ ഈ യുവാക്കളൊക്കെ കായിക ഇനം എന്ന് പറയുമ്പോൾ അത് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. പക്ഷെ നിങ്ങളിവിടെ ബുദ്ധി കൊണ്ടാണല്ലോ കളിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? ചെസ് കളി ബുദ്ധി കൊണ്ട് കളിക്കുന്ന ഒരു കളിയാണ്. ഇറ്റ് ഈസ് എൻ ഇന്റലക്ച്വൽ ഗെയിം, നോ ഡൗട്ട്. ഈ നമ്മുടെ ബുദ്ധിയും യുക്തിയും ചിന്തയും ആലോചനയും എല്ലാം കൂടെ വരുമ്പോഴാണ്, ഒരു ഭാവന എല്ലാം കൂടെ വരുമ്പോഴാണ് ഈ കളി ഒരു മനോഹരമായ രീതിയിലേക്ക് വരുന്നത്. ഇത് നമ്മുടെ ബുദ്ധി വളരും, ചിന്ത വളരും, ഭാവന വളരും. അതിവിടെ വന്നപ്പം ശ്രദ്ധിച്ചപ്പോഴേ ഈ സാധാരണ ഈ പ്രൊഫഷണൽ മാച്ചിൽ കളിക്കുന്ന പോലെ വേഗത്തിലാണ് നീക്കുന്നത്. വേഗത്തോടെ റാപ്പിഡ് ഗെയിം അല്ല. അതായത് ഓപ്പണിംഗ് ഗെയിം എന്ന് പറഞ്ഞാൽ വിതിൻ നോ ടൈം 1 മിനിറ്റ് കുറവ്, 1 മിനിറ്റ് കുറവിൽ നമുക്ക് 4 നീക്കോ 3 4 നീക്കം നിൽക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ വി കം ടു ദ മിഡിൽ ഗെയിം. മിഡിൽ ഗെയിം വി വോണ്ട് ടൈം. ഇത്രയും വേഗം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ കുറച്ചുകൂടെ യൂത്ത് അല്ലേ? ഉണ്ട്, ഒരു ഇതൊക്കെ കളിക്കാൻ പറ്റും, കുഴപ്പമുണ്ടാവില്ല. ഇവരെ കളിച്ചു പിടിച്ചേക്കണ്ടേ. എന്താണ് ഇപ്പോഴത്തെ വിശേഷം? എന്താ വിശേഷം? ഇപ്പോൾ സിനിമയാണ്. ഞങ്ങളുടെ കഥാകളൊക്കെ ആസ്പദമാക്കിയൊരു സിനിമ, 1 മണിക്കൂറുള്ള ഹിന്ദി സിനിമ. നാളെയാണ് പ്രദർശനം. ചേട്ടൻ്റെ കഥയാണ് സിനിമയ്ക്ക് ആധാരമാക്കി എന്ന് പറയുന്നത്. അതിനകത്ത് പറയുന്നത് അതായത് മകൾ ചെസ് ടൂർണമെന്റിൽ വിജയിക്കുന്നു, അങ്ങനെ അച്ഛൻ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടാവും. അവർ അത് കഥയുടെ വിജയത്തിനുണ്ട് കുറച്ച് മാറ്റങ്ങൾ വരുത്തുന്ന അവർ പറഞ്ഞിട്ടുണ്ടായി. ഈ പ്രായം ഇത്രയും ഇപ്പോഴും ആക്റ്റീവ് ആയിരിക്കുന്നതിന്റെ കാരണം ചെസ്സാണ്. എപ്പോഴും ഹാപ്പി ആയിരിക്കും, ടെൻഷനില്ല. ഒരു ഗെയിം ഓവർ ടെൻഷൻ വന്നാൽ 2-3 കരിക്കിൽ നീക്കിയാൽ ഇതിപ്പോൾ ഒരു ആക്സിഡന്റ് പറ്റിയ മനുഷ്യനാണ്. ഈ ചെസ് ചേട്ടൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടല്ലേ? അത് എൻ്റെ മാത്രമല്ല, ഇതെല്ലാവരും ഇവിടെ. ഞാനൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ടൊരു ഡിസേബിൾ ആയിട്ടുള്ള ആളെപ്പോൾ കുറേ കാലം കിടപ്പായിരുന്നു. കിടപ്പുള്ള സമയത്ത് ഞാൻ ചെസ്സ് അപ്പോഴാണ് കളിക്കാൻ തുടങ്ങിയത്. പിന്നെ ചെസ്സിൽ നമ്മുടെ ലൈഫിലുണ്ടായിട്ടുള്ള ഒരുപാട് വേദനകളും പ്രശ്നങ്ങളും അതുപോലെ തന്നെ മെൻ്റൽ എക്സസൈസ് എന്നുള്ള എനിക്കത് വലിയ ഗുണം ചെയ്തു. ഇവർക്ക് ഓരോ കഥകൾ ചെസ്സുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. അവരുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ച്, ജീവിതത്തിലുണ്ടാക്കിയ സ്വാധീനത്തെക്കുറിച്ചൊക്കെ തന്നെ. അപ്പോൾ ഈ കഥയാണ് ഇനി ലോകമറിയാൻ പോകുന്നത്. ഇവരുടെ കഥ പറയുന്ന ഹിന്ദി സിനിമ നാളെ ഈ ഗ്രാമത്തിൽ പ്രദർശിപ്പിക്കുകയാണ്. പിന്നീടത് ലോകവേദികളിലേക്ക്, പല ലോകവേദികളിലേക്ക് പോയി അങ്ങനെ ലോകം മുഴുവനും മാരോട്ടിച്ചാലിൻ്റെ ചരിത്രവും അതുപോലെ ചെസ് എന്ന കായിക വിനോദം നടത്തിയ മാറ്റങ്ങൾ അറിയാൻ പോവുകയാണ്. അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ. അരുൺ ശങ്കർ തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ, ചെസ് എന്നൊരു കായിക വിനോദം കുറേ മനുഷ്യരുടെ ജീവിതം എങ്ങനെ മാറ്റിമറിച്ചു എന്നതാണല്ലേ. ചിലർക്ക് വിഷമത്തെ മറികടക്കാൻ, ചിലർക്ക് ഈ പറഞ്ഞ പോലെ മദ്യാസക്തിയെ മറികടക്കാനൊക്കെ ഈ ഒരു ചെസ് എന്ന വിനോദം അവരെ സഹായിച്ചു. അതിപ്പോൾ ഒരു സിനിമയാവുകയാണ്. അവർക്ക് ഇതിൽ പരം വേറെ എന്ത് വേണമല്ലേ അഭിമാനിക്കാൻ? തൃശ്ശൂരിലെ മലയോര ഗ്രാമമായ മാരോട്ടിച്ചാൽ ചെസ് ഗ്രാമമാണെന്നുള്ളത് പലർക്കും അറിവുള്ള കാര്യമായിരിക്കും. പക്ഷേ അത് നേരിട്ട് അറിയുമ്പോൾ അത്ഭുതമാണ് തോന്നിയത്. കാരണം അവിടെ എത്തി ഓരോ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ആ വിനോദം, അതായത് ചെസ്സ് എന്ന വിനോദം അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള സ്വാധീനത്തെക്കുറിച്ചാണ് അവർ പറയുന്നത്. ഇപ്പോൾ പുറത്തിറങ്ങുന്ന ഹിന്ദി സിനിമ, ആ ഹിന്ദി സിനിമ പോലും അവിടുത്തെ ഒരു ഉണ്ണിച്ചേട്ടൻ എന്ന് പറയുന്ന ആളുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്. ഉണ്ണിച്ചേട്ടൻ തന്നെ സംസാരിക്കുമ്പോൾ മറ്റൊരാളെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അദ്ദേഹം അപകടമൊക്കെ പറ്റി കുറച്ച് പ്രയാസത്തിലൊക്കെ ആയ ഒരു മനുഷ്യനാണ്, മാനസികമായിട്ട് കുറച്ച് പ്രയാസത്തിലായ മനുഷ്യനാണ്. പക്ഷേ ആ മനുഷ്യനെ ചെസ്സ് പഠിപ്പിക്കുകയും അതിലേക്ക് ആകർഷിക്കുകയും ചെയ്തതോടുകൂടി ആ മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റത്തെക്കുറിച്ച് ഉണ്ണിച്ചേട്ടൻ തന്നെ പറയുന്നു. അത് അദ്ദേഹവും ശരിവെക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഗ്രാമം ഒരു കായിക വിനോദത്തിലൂടെ എങ്ങനെ ഉയർത്തെഴുന്നേൽക്കുന്നു, അത് ഉയർത്തെഴുന്നേൽപ്പെന്ന് പറയുന്നത് സാധാരണ ഒരു ഗ്രാമമായിരുന്നു മാരോട്ടിച്ചാൽ എന്ന് പറയുന്നത്. പക്ഷേ അതിന് മുകളിലേക്ക് അവർ ഒരു വിനോദം കൊണ്ട് ഉയർന്നു വരുന്നു. അത് ലോകത്തിൻ്റെ വിവിധ കോണിലുള്ളവർ ആ ഗ്രാമത്തെക്കുറിച്ച് അറിയാനിടയാകുന്നു. ഉണ്ണിച്ചേട്ടൻ പറഞ്ഞത് ഉസ്ബെക്കിസ്ഥാനിലോ ഏതൊരു രാജ്യത്ത് നിന്ന് കഴിഞ്ഞ ആഴ്ച 2 പേര് വന്ന് ഡോക്യുമെൻ്ററി എന്തോ പത്രത്തിന് വേണ്ടിയൊക്കെയോ ഡേറ്റകൾ കളക്ട് ചെയ്തുകൊണ്ട് പോയി. അപ്പോൾ ഈ ഗ്രാമത്തെക്കുറിച്ച് ഇന്ന് ലോകം അറിയുന്നുണ്ട്. ഇപ്പോൾ ആ സിനിമയായിട്ട് വരുമ്പോൾ അത് കൂടുതൽ ആൾക്കാരിലേക്ക് മാരോട്ടിച്ചാൽ ഗ്രാമത്തിൻ്റെ പ്രശസ്തി എത്തും. അവർക്കും മാരോട്ടിച്ചാലിനെ അനുകരിക്കാൻ കഴിയും. അവിടെ ഉണ്ടായിരുന്ന 2-3 പേർ പറഞ്ഞത് തെലങ്കാനയിൽ ഇങ്ങനൊരു ഗ്രാമം നിർമ്മിക്കാനായിട്ടൊരു ശ്രമം നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയുള്ള കുറച്ച് പേരെ അങ്ങോട്ടേക്ക് ക്ഷണിച്ചിരുന്നു. ഇന്നോ നാളെയോ കൊണ്ടാണ് അതിൻ്റെ ഉദ്ഘാടന പരിപാടി. പക്ഷേ അവർക്ക് ഇന്ന് നാളെ ഈ സിനിമയുടെ ഈ പ്രദർശനമുള്ളത് കൊണ്ട് പോകാൻ കഴിയുന്നില്ല. അപ്പോൾ മാരോട്ടിച്ചാൽ ആ ഗ്രാമത്തെ മാത്രമല്ല
മറ്റുള്ള നാടുകളെയും സ്വാധീനിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. അവിടെ പോയി അത് നേരിട്ട് അറിയാൻ കഴിഞ്ഞു. ശരി അരുൺ, എന്തായാലും ലോകമെമ്പാടുമുള്ളവർ ഈ ഒരു മരോട്ടിച്ചാൽ എന്ന ഗ്രാമത്തെ കുറിച്ച് അറിയട്ടെ.